ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കാവൽ മാലാഖമാരുടെ തിരുനാളാണ്. സങ്കീർത്തന പുസ്തകം 91:11 വാക്യം ഇങ്ങനെയാണ്: നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കുവാൻ അവിടുന്ന് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. അതായത് എല്ലാ മനുഷ്യർക്കും ഒരു കാവൽ മാലാഖയുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ നമുക്കൊരു കാവൽ മാലാഖയെ ദൈവം തരുന്നുണ്ട്. ദൈവത്തിൻ്റെ അനന്ത സ്നേഹമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. എല്ലാ സമയത്തും ഒരു ബെസ്റ്റ് ഫ്രണ്ടായി, ഒരു ഹെൽപ്പറായി എല്ലാ സമയത്തും കാവൽ മാലാഖ നമ്മുടെ കൂടെയുണ്ട്. മാലാഖ 3 കാര്യങ്ങളാണ് കാവൽ മാലാഖ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഒന്ന്, കാവൽ മാലാഖ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നമുക്ക് വേണ്ടി ഗൈഡ് ചെയ്യുന്നു. 3 കാര്യങ്ങളാണ് കാവൽ മാലാഖമാർ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഒന്ന്, കാവൽ മാലാഖ നമ്മളെ സംരക്ഷിക്കുന്നു. ആത്മീയവും ഭൗതികവുമായ അപകടങ്ങളിൽ നിന്ന് കാവൽ മാലാഖമാരുടെ സംരക്ഷണം നമ്മൾ തേടണം. രണ്ടാമത്തെ കാര്യം, മാലാഖ നമ്മളെ ഗൈഡ് ചെയ്യുന്നു. ദൈവം ഉദ്ദേശിക്കുന്ന വിധത്തിൽ നമ്മുടെ വഴികളിൽ അവൻ നമുക്ക് ഗൈഡൻസ് തരുന്നു. മൂന്നാമത്തെ കാര്യം, കാവൽ മാലാഖ ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഈ 3 കാര്യങ്ങളാണ് കാവൽ മാലാഖമാർ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. മാലാഖമാരുടെ തിരുനാളിൽ ഈ ഒരു ചിന്ത നമുക്കുണ്ടാവട്ടെ. ഒരു അനുഭവം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സെക്കൻഡ് ഇയർ തിയോളജി പഠിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ ചാച്ചന് പെട്ടെന്നൊരു അസുഖം വന്നു. മൊത്തത്തിലൊരു വിറയലാണ്, തലച്ചോറ് ചുരുങ്ങുന്ന ഒരു അസുഖം വന്നു. അങ്ങനെ ശരീരം മുഴുവനായിട്ട് വിറയ്ക്കുകയാണ്, ഭയങ്കരമായിട്ട് വിറയാണ്. ആ സമയത്ത് കുറച്ച് ദൂരമുള്ള ഏതാണ്ട് 60 കിലോമീറ്ററോളം അകലെയുള്ള ഒരു ആശുപത്രിയിൽ ഒരു ഹയർ സ്കാനിങ്ങിന് വേണ്ടി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തു. സ്കാൻ ചെയ്താൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ സമയത്ത് ഞാൻ സെമിനാറിലാണ്. വീട്ടിൽ ആ സമയത്ത് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, അങ്ങനെ ആരും പോയി സഹായിക്കാനില്ല. ചാച്ചൻ്റെ കൂടെ ആശുപത്രിയിലേക്ക് പോകാൻ ആരുമില്ല. ഒരു ദിവസം രാവിലെ അമ്മച്ചി എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു, എടാ, നാളെ ചാച്ചന് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ കുറച്ച് ദൂരമുള്ളൊരു സ്ഥലത്താണ്. എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയത്തില്ല, ബസ്സിന് കയറി പോകണം, പക്ഷേ ഈ വിറയ്ക്കുകയാണല്ലോ, എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ഒരു ടെൻഷനായി. ഇത് എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും? ആരും സഹായിക്കാനും പറ്റത്തില്ല. ഇവരെ ടാക്സി എന്ന് വിളിച്ച് പോകാൻ മാത്രമുള്ള സാമ്പത്തിക സ്ഥിതി അന്നില്ല. എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയിലാണ്. ഇങ്ങനെ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, സാരമില്ല, ഞാൻ പ്രാർത്ഥിക്കാം, എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ, അതായത് സ്കാനിങ്ങിന് ചാച്ചൻ പോകുന്ന ദിവസം രാവിലെ കുർബാനയ്ക്ക് ശേഷം ഞാനിങ്ങനെ പള്ളിയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ്, അതെങ്ങനെ നടക്കും. അപ്പോൾ എനിക്കിങ്ങനെ ഒരു പ്രേരണ ദൈവം തരികയാണ്. എനിക്കൊരു കാവൽ മാലാഖയുണ്ടല്ലോ, എനിക്കൊരു കാവൽ മാലാഖയുണ്ട്. അവിടെ ചാച്ചനൊരു കാവൽ മാലാഖയുണ്ട്. ചാച്ചൻ പോകുന്ന ആശുപത്രിയിൽ കാണുന്ന ഡോക്ടർക്കും ഒരു കാവൽ മാലാഖയുണ്ട്. ഈ 3 പേർക്കും കാവൽ മാലാഖമാരുണ്ട്. അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു പ്രേരണ വരികയാണ്, എൻ്റെ കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കുക. കാവൽ മാലാഖയെ, നീ അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചാച്ചൻ്റെ കൂടെ പോയി ചാച്ചൻ്റെ മാലാഖയോടും ആ ഡോക്ടറുടെ കാവൽ മാലാഖയോടും സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തീർക്കണമേ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ കിട്ടുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ശക്തമായൊരു പ്രേരണ ഈശോ തന്നു. ഞാൻ അങ്ങനെ തന്നെ അന്ന് രാവിലെ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ കാവൽ മാലാഖയോട് ചാച്ചൻ്റെ കൂടെ പോയി എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കണമേ എന്നും അവരുടെ കാവൽ മാലാഖമാരോട്, ഡോക്ടറുടെയും ചാച്ചനെയും കാവൽ മാലാഖമാരോട് സംസാരിക്കണമേ എന്നും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനുശേഷം ഞാൻ ക്ലാസ്സിൽ പോയി. പിന്നെ ഞങ്ങൾ വൈകിട്ട് ഫോൺ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. വൈകുന്നേരം അമ്മച്ചി വീട്ടിൽ നിന്ന് വിളിച്ചു. അമ്മച്ചി പറഞ്ഞു, എല്ലാം ഭംഗിയായി, ഒരു കുഴപ്പം ഉണ്ടായില്ല, ബസ്സിനാണ് പോയത്, പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായില്ല, എവിടെയും വീഴുകയോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അവിടെ ചെന്ന ഉടനെ സ്കാനിങ്ങിന് നമുക്ക് ക്യൂ നിൽക്കേണ്ട ഒന്നും ആവശ്യം വന്നില്ല. വളരെ പെട്ടെന്ന് വലിയ ഒരു ആശുപത്രിയിലാണൊക്കെയാണ് പോയത്, പക്ഷേ ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു. വളരെ ആരോ കൂടെ നടന്ന് സംരക്ഷിക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെട്ടു. എല്ലാം മനോഹരമായി ചെയ്തു. ഒരുവരെ അന്ന് മുതലാണ് ഞാൻ ഈ കാവൽ മാലാഖമാരുടെ ഒരു വലിയ ഒരു സ്നേഹവും ഭക്തിയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവഭേദ്യമാകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും, നമ്മൾ വിശ്വസിച്ചാലുമില്ലെങ്കിലും നമ്മുടെ കൂട്ടുകാരനായി, നമ്മുടെ സ്വന്തമായി, നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടായ ഒരു മാലാഖ, ഒരു കാവൽ മാലാഖ നമുക്ക് ഈശോ തന്നിട്ടുണ്ട്. ഈ മാലാഖയെ നമുക്ക് എല്ലാ ദിവസവും മാലാഖയോട് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളും കാവൽ മാലാഖയോട് ആലോചിക്കാം, എന്നിട്ട് ചെയ്യാം. അതൊത്തിരി നല്ലതാണ്. മാലാഖ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇതാ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും.